നമസ്കാരം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേയിലേക്കുള്ള ഒഴിവുകളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ആണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. മിനിസ്ട്രി ഓഫ് റെയിൽവേസിന്റെ കീഴിലുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള റെയിൽ കോച്ച് ഫാക്ടറിയിലേക്കുള്ള 56 ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. വിവിധ തസ്തികകളിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. പരീക്ഷയില്ലാതെ മാർക്ക് അടിസ്ഥാനത്തിലാണ് നിയമനമായിട്ട് പറഞ്ഞിട്ടുള്ളത്. SSLC ITI യോഗ്യതയുള്ളവരിൽ നിന്നാണ് ഇപ്പോൾ അവർ അപേക്ഷകൾ ക്ഷണിക്കുന്നത്. വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതൊക്കെ വേക്കൻസികളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്, ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, പ്രായപരിധി, സ്കെയിൽ ഓഫ് പേ, അപേക്ഷിക്കേണ്ട വിധം, അപേക്ഷാ ഫീസ് ഉണ്ടെങ്കിൽ അപേക്ഷാ ഫീസ്, സെലക്ഷൻ പ്രൊസീജിയർ എന്നിവയാണ് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകാം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും കൂടെ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരു പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോകളും നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുകയുള്ളൂ. വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള മിനിസ്ട്രി ഓഫ് റെയിൽവേസിന്റെ കീഴിലുള്ള റെയിൽ കോച്ച് ഫാക്ടറി കപുർത്തല പഞ്ചാബിലേക്കുള്ള 56 ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. നോട്ടിഫിക്കേഷൻ പുറത്തിറക്കുന്ന ഡേറ്റ് 11/1/2022 ആണ്. അവരുടെ അപ്രന്റീസ് ആക്ട് 1961 പ്രകാരമുള്ള അപ്രന്റീസ് ട്രെയിനിങ്ഷിപ്പിലേക്കുള്ള വേക്കൻസികളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. അപേക്ഷകൾ ക്ഷണിക്കുന്നത് ഓൺലൈനായിട്ടാണ്. നിങ്ങളുടെ മൊബൈൽ വഴിയും നിങ്ങൾക്കിപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് 31/1/2022 രാത്രി 12 മണിയാണ്. അതിന് മുമ്പായിട്ട് തന്നെ അപേക്ഷകൾ സമർപ്പിക്കണം എന്നുകൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വേക്കൻസി ഡീറ്റെയിൽസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേക്കൻസി ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് വേക്കൻസിയുടെ ഒരു ഡീറ്റെയിൽഡ് ചാർട്ടാണ് നിലവിൽ നമുക്കിപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ കാണാനും സാധിക്കുന്നതാണ്. ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ട്രേഡുകളിലേക്കാണ് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത്, ആകെ മൊത്തം എത്ര വേക്കൻസിയാണുള്ളത്, അതിന് റിസർവേഷൻ ബേസിൽ സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ചാർട്ടപ്പാണ് നമുക്കിപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുള്ളത്. ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫിറ്റർ എന്ന് പറയുന്ന ട്രേഡിലേക്ക് 4 വേക്കൻസിയാണുള്ളത്. വെൽഡർ G&Tയിലേക്ക് 1 വേക്കൻസിയാണുള്ളത്. മെഷീനിസ്റ്റിലേക്ക് 13 വേക്കൻസിയാണുള്ളത്. പെയിന്റർ ജിയിലേക്ക് 15 വേക്കൻസിയാണുള്ളത്. കാർപ്പൻറ്റർ എന്ന ട്രേഡിലേക്ക് 3 വേക്കൻസിയാണുള്ളത്. മെക്കാനിക് മോട്ടോർ വെഹിക്കിളിലേക്ക് 3 വേക്കൻസിയാണുള്ളത്. ഇലക്ട്രീഷ്യനിലേക്ക് 7 വേക്കൻസിയാണുള്ളത്. ഇലക്ട്രോണിക് മെക്കാനിക്കിലേക്ക് 9 വേക്കൻസിയാണുള്ളത്. AC ആൻഡ് റെഫ്രിജറേഷൻ മെക്കാനിക്കിലേക്ക് 1 വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ ആകെ മൊത്തം 56 വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡീറ്റെയിൽഡ് ചാർട്ട് ഇപ്പോൾ നിലവിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ്. ദയവായിട്ട് അതുകൂടെ ചെക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ മോഡ് ഓഫ് സെലക്ഷൻ ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ സെലക്ഷൻ പ്രൊസീജിയർ ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്, അവർ ചോദിച്ചിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ പ്രകാരം നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അപേക്ഷകൾ സമർപ്പിച്ചതിന് ശേഷം എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് അവരുടെ മെറിറ്റിന്റെ ബേസിലാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ മെട്രിക്കുലേഷൻ്റെയും ITയുടെയും മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ എലിജിബിൾ ആവുന്ന കാൻഡിഡേറ്റ്സിന് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുവഴിയാണ് സെലക്ഷൻ ഉണ്ടായിരിക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ട രീതി ഓൺലൈനായിട്ടാണ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സക്സസ്ഫുള്ളി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കുന്നതാണ്. ആ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. കാരണം നിങ്ങളുടെ ഫ്യൂച്ചർ റെഫറൻസിനായിട്ട് ഈ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അതോടൊപ്പം തന്നെ അവർ പറഞ്ഞിട്ടുള്ള പ്രായപരിധി അല്ലെങ്കിൽ ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് മിനിമം 15 വയസ്സ് മുതൽ മാക്സിമം 24 വയസ്സ് വരെയുമാണ് പറഞ്ഞിട്ടുള്ളത്. കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് നൽകിയിട്ടുള്ളത് 20/12/2021 അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷന് നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷന് നൽകുന്നുണ്ട്. നിങ്ങൾ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 വർഷത്തെ ഏജ് റിലാക്സേഷനും OBC കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷനും അതോടൊപ്പം തന്നെ പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റീസ് ഉള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 വർഷത്തെ ഏജ് റിലാക്സേഷനുമാണ് നൽകുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏജ് റിലാക്സേഷൻ എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുള്ള ഏജ് റിലാക്സേഷൻ്റെ ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ടും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷകൾ സമർപ്പിക്കാൻ കൂടി ശ്രമിക്കണം എന്നുകൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു.
അതുപോലെ തന്നെ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നവർ പറഞ്ഞിട്ടുണ്ട്. 10ാം ക്ലാസ് പാസ്സോ അതിനോട് തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മിനിമം 50% മാർക്കോടുകൂടി നിങ്ങൾ പാസ്സായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അവർ ചോദിച്ചിട്ടുള്ള അപ്രോപ്രിയേറ്റ് ട്രേഡിലുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്, അതായത് NCVT അപ്രൂവ്ഡ് ആയിട്ടുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദയവായിട്ട് അതുകൂടെ ചെക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. അപേക്ഷാ ഫീസായിട്ട് പറഞ്ഞിട്ടുള്ളത് 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള 100 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട രീതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഓൺലൈനായിട്ടാണ് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട രീതിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അപേക്ഷകൾ സമർപ്പിച്ചതിന് ശേഷം 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതാണ്. അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടത് നിങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങൾ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ച് നിങ്ങൾക്ക് അപേക്ഷാ ഫീസ് അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് വഴി നിങ്ങൾക്ക് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അവർ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് SC/ST കാൻഡിഡേറ്റ്സോ PWD കാൻഡിഡേറ്റ്സോ വുമൺ കാൻഡിഡേറ്റ്സോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അപേക്ഷാ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങൾ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല എന്നവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദയവായിട്ട് അതുകൂടെ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ട രീതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ട രീതിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. വേറെ യാതൊരു വിധമായ അപേക്ഷാ മെത്തേഡും അവർ സ്വീകരിക്കുന്നതല്ല. നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ട ലിങ്ക് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. ഞാനത് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതിന് ഫോളോ അപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് അവർ ചോദിച്ചിട്ടുള്ള റെലവൻറ്റ് ഡോക്യുമെൻറ്റുകളും സർട്ടിഫിക്കറ്റുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സിഗ്നേച്ചറും ഉൾപ്പെടെ അപ്ലോഡ് ചെയ്ത് നൽകി വേണം നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട്. അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത്, ഓരോ ഡോക്യുമെൻറ്റുകളും ഓരോ സർട്ടിഫിക്കറ്റുകളും ഏതൊക്കെ ഫോർമാറ്റിലാണ്, അതിന് നിശ്ചിത സൈസ് എന്നിവ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും വായിച്ച് നോക്കിയതിന് ശേഷം അവർ ചോദിച്ചിട്ടുള്ള റെലവൻറ്റ് ഡോക്യുമെൻറ്റുകളും സർട്ടിഫിക്കറ്റുകളും എല്ലാം അപ്ലോഡ് ചെയ്ത് നൽകി അപേക്ഷകൾ സമർപ്പിക്കണം എന്ന് കൂടി ഓർപ്പിക്കുന്നു. അല്ലാത്ത പക്ഷം ഇൻകംപ്ലീറ്റ് ആപ്ലിക്കേഷൻ എന്ന കാറ്റഗറിയിൽ വെച്ചിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് കൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അവർ മെഡിക്കൽ ഫിറ്റ്നസ്സും ചോദിച്ചിട്ടുണ്ട്. അപ്രൻറ്റീസ് ആക്ട് 1961 പ്രകാരമുള്ള മെഡിക്കൽ ഫിറ്റ്നസ്സിന് നിങ്ങൾ വിധേയമായിരിക്കും. അതോടൊപ്പം തന്നെ മെഡിക്കൽ ഫിറ്റ്നസ്സിൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. അതുകൂടെ ചെക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷനെ സംബന്ധിച്ച് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന സമയത്തോ പ്രിൻ്റ് ചെയ്യുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ഡെസ്കിനായിട്ട് അവർ നമ്പർ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ നമ്പർ വർക്കിംഗ് ഡേയിൽ വർക്കിംഗ് ടൈമിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് ക്ലാരിഫൈ ചെയ്യാനും സാധിക്കുന്നതാണ്. നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് എൻക്വയറി ചെയ്ത് ക്ലാരിഫൈ ചെയ്യാനും സാധിക്കുന്നതുമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഒരുപക്ഷെ അവർക്കും ഇത് ഉപകാരപ്രദമായേക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത്രയും നാളും നൽകി വരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. അടുത്ത പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി.